ചുരം മേഖലയിൽ ശക്തമായി തന്നെ മഴ തുടരുകയാണ്. ഇടവേളകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ചുരത്തിന് താഴെയുള്ള പുഴയുടെ സ്ഥിതി നോക്കിയാൽ മനസ്സിലാകും. അത്രയും ശക്തമായാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മേഖലയിലുടനീളം മഴ തുടരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇനിയും പാറക്കഷ്ണങ്ങളും മണ്ണും റോഡിലേക്ക് പതിക്കാം എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ടാണ് ഗതാഗതം പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് നിലവിൽ പരിഹരിക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല. മഴ മാറി നിന്നാൽ മാത്രമേ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ചുരത്തിൽ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് സ്ഥിതി. ചുരത്തിലെ ആരും തന്നെ വരേണ്ടതില്ല. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. മഴ മാറി ഈ ഇടിയുന്ന സ്ഥലത്ത്, ഇടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഥലത്ത്, അതായത് 9-ാം വളവിന് സമീപത്ത് വ്യൂ പോയിന്റിനടുത്ത് ഇനി ഇരുമ്പ് നെറ്റ് കമ്പി സ്ഥാപിച്ചാൽ മാത്രമേ ഗതാഗതം സാധ്യമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. അതിന് തന്നെ അതാണ്, മഴ മാറി നിന്നാൽ മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുവരെ ഗതാഗതം പൂർണ്ണമായും തന്നെ ചുരത്തിൽ മുടങ്ങി നിൽക്കും എന്നുള്ളതാണ് അവസ്ഥ. 26-ന് രാത്രിയിലാണ് ആദ്യം ഇവിടെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയാണ് ആദ്യം ഈ ശക്തമായ ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഒരു പാറയുടെ ഭാഗവും അതുപോലെ നിരവധി മരങ്ങളും ഈ റോഡിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് ഇവ നീക്കം ചെയ്തത്. ഏകവരിയായി ഗതാഗതം തുറന്നു കൊടുത്തു. ഇന്നലെ രാത്രിയിലാണ് ഗതാഗതം തുറന്ന് അനുവദിച്ചത്. പക്ഷേ രാത്രി തന്നെ ചെറിയ കല്ലുകളൊക്കെ തന്നെ ഉരുണ്ടു വീണു. ഇന്ന് ഉച്ചയ്ക്ക് ഇതേ സ്ഥലത്ത് ശക്തമായ മഴയിൽ വെള്ളത്തോടൊപ്പം മണ്ണിടിച്ചിലും ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. നിലവിൽ 2 ജില്ലകൾക്കിടയിൽ ഏക മാർഗമായി നിൽക്കുന്നത്, സഞ്ചാര മാർഗമായി നിൽക്കുന്നത് കുറ്റ്യാടി ചുരമാണ്. 2 ജില്ലകൾക്കിടയിൽ ഏക സഞ്ചാര മാർഗമാകുന്നു. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങളൊക്കെ അവിടെ നിലച്ചു പോവുകയാണ്, സ്തംഭിച്ചു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊന്ന്, ഈ ചുരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ മഴ പെയ്താൽ തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്, പ്രത്യേകിച്ച് താമരശ്ശേരി ചുരത്തിലാകുമ്പോൾ. ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഇനിയും അവിടെ അതിലെ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തെങ്കിലും അത്തരത്തിലുള്ള അറിയിപ്പുകൾ നൽകാൻ സാധിക്കുന്നുണ്ടോ കളക്ടർക്ക്? ബദൽ ഒരു മാർഗമില്ല എന്നുള്ളതാണ് അതികഠിനം. കുറ്റ്യാടിയിലും മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്, മഴ ശക്തമായി തുടരുകയാണെങ്കിൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തിയത്. അതുപോലെ തന്നെയാണ് ഇന്നലെ രാത്രിയിലും ചെറിയ രീതിയിൽ പാറക്കെട്ടുകൾ വന്നതും ഇന്ന് ഉച്ചയ്ക്ക് ശക്തമായ മഴയിലുണ്ടായ മണ്ണിടിച്ചിലും. നിലവിൽ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിലേക്ക് ആ ഇടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഥലത്ത് ഇരുമ്പ് നെറ്റ് സ്ഥാപിച്ച് റോഡ് തുറന്നു കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അതായത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഗതാഗതം സാധ്യമല്ല. ജനങ്ങൾ സഹകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അറിയിപ്പായാണ് 2 ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും ജില്ലാ ഭരണകൂടങ്ങളും ഒരു അറിയിപ്പ് ജനങ്ങളോടായി വച്ചിട്ടുള്ളത്. അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക, അടിയന്തരമായി പോകേണ്ടുന്ന ആളുകൾ കുറ്റ്യാടി ചുരത്തെ ആശ്രയിക്കുക, ഇനി അതുമല്ലെങ്കിൽ നാടുകാണി ചുരം വഴി യാത്ര മാറ്റുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കുറ്റ്യാടി ചുരത്തിൽ ഏതായാലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മരുതോങ്കര കുറ്റ്യാടി മേഖലയിലും ശക്തമായ മഴയാണ് ഇന്നത്തെ ഒരു ദിവസം ലഭിച്ചുകൊണ്ടേയിരുന്നത്. കുറ്റ്യാടി ചുരത്തിൽ ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായത് വലിയ ആശങ്കയ്ക്ക് വകവെച്ചൊരു കാര്യമാണ്. വീണ്ടും അവിടെ ചുരത്തിലാകുമ്പോൾ ചെറുതാണെങ്കിൽ പോലും മഴയും മണ്ണിടിച്ചിലും ഒക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണെന്നുള്ളതാണ്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകുന്നത്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ നാടുകാണി കുറ്റ്യാടി ചുരം എന്നുള്ള ബദൽ മാർഗങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ പ്രായോഗിക തലമാണ് ഇതിൽ ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ജനങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്.